വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മിനി ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം പോയി ഡ്രസ്സ് മാറിയിട്ട് ഓടി വരാം. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതിനോടൊപ്പം തന്നെ ഇതാണ് എൻ്റെ പുതിയ ഓണക്കോടി. അതിനോട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഓണ വെക്കേഷനായിട്ട് തിരുവനന്തപുരത്താണ്, അമ്മയുടെ വീട്ടിൽ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അവസാനം തിരുവനന്തപുരത്ത് എത്തി. അങ്ങനെ കുറേ നേരം ബസ് കാത്ത് നിൽക്കേണ്ടി വന്നു. കാരണം ഓണ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബസ് കുറവായിരുന്നു. പിന്നെ അവസാനം ബസ് കിട്ടി. പക്ഷേ ഭയങ്കര തിരളായതുകൊണ്ട് തന്നെ നമുക്ക് നിന്നേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുടിയൊക്കെ പറന്നടിച്ചാ ചേർക്ക ബസ്സില് ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടി വരാം. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ പോയി ഞാൻ ആദ്യം ആഹാരം കഴിച്ചിട്ട് ഓടി വരാം. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ദക്ഷിണ. എൻ്റെ വീട്ടിൽ വിളിക്കണവര് ദേവു, ദേവുട്ടി, ശ്രീകുട്ടി, രുദ്ര. ഇതെന്റെ കുഞ്ഞമ്മയുടെ ഇളയ മോള്. ഇതാ പുറകെ നിൽക്കുന്നതാണ് മൂത്തവൻ, കുഞ്ഞമ്മയുടെ മൂത്ത മോന്. ഇപ്പോൾ ഇവളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറയണേ. എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. എന്താ നമുക്ക് കേട്ടോ. നല്ല പഠിക്കും, നല്ല ക്യൂട്ടാണ്, ഭയങ്കര ഡാൻസ് ഒക്കെ കളിക്കും, നല്ല ഡ്രോയിങ് ചെയ്യും, പിന്നെ നന്നായിട്ട് സാരിയൊക്കെ എടുക്കും, നന്നായിട്ട് പാട്ടൊക്കെ പാടും, നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യും. അത്രേ ഉള്ള എനിക്ക് പറയാൻ. അത് ഞാൻ ഒരു പോയിന്റ് പറയട്ടെ, ഞാൻ പാട്ട് പാടത്തില്ല, ബാക്കിയൊക്കെ ചെയ്യും. പക്ഷെ മേക്കപ്പ് അത്രയൊന്നുമില്ല. മേക്കപ്പിനോട് അത്ര ഇതില്ല എനിക്ക്. ഈ മേക്കപ്പാണ് ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ വലിയ മേക്കപ്പ് ഇല്ലല്ലോ. അങ്ങനത്തെ മേക്കപ്പ് അല്ലെങ്കിൽ ഓക്കെ. എനിക്ക് ഇങ്ങനെ സിമ്പിൾ മേക്കപ്പാണ് ഇഷ്ടം. കൂടുതൽ അങ്ങനെ ഒരുങ്ങുന്ന ഇഷ്ടമല്ല. വീഡിയോസ് എല്ലാരും കാണണം, സെറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അടുത്ത ആളിനെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അയാൾക്ക് എന്നെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് വഴിയേ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ രണ്ടാമത്തെ ആള്, കുഞ്ഞമ്മയുടെ മൂത്തമ്മൻ. പരിചയപ്പെടുത്തു. എൻ്റെ ഒരു അദ്വൈത്, 9ാണ് പഠിക്കണ. എന്നിട്ട് ചേച്ചിയാണ്. കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ അത്ര പൊക്കമില്ല. ഞാൻ കുറച്ച് പൊക്കം കൂടിയാണ്. എൻ്റെ അത്ര പൊക്കം ഇല്ലെങ്കിലും ചേച്ചി തന്നെയാണ്. പൊക്കത്തെ കാര്യമില്ലല്ലോ അല്ലേ. പ്ലസ് ടു പഠിക്കുന്നു അല്ലേ. ഞാൻ 9ായതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവൻ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടു വെക്കാം. അമ്മ എന്ന് പറഞ്ഞാൽ നല്ലൊരു കലാകാരിയാണ്. അവളെ നല്ല പഠിക്കാനായാലും കഴിക്കുന്ന കാര്യത്തിലായാലും ഭയങ്കര സുഖമാണ്. അവൾക്ക് കലാരംഗത്തോട് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ അവർക്ക് അവളെ ഒട്ടും താല്പര്യമില്ല. അതാണ് സത്യം. അവൾക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ എന്താ കഴിവില്ല. അവൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ. അപ്പം അമ്മുനെ പ്രചോദനമായി നമ്മളൊക്കെ സബ്സ്ക്രൈബും ഫോളോവേഴ്സൊക്കെ കൊടുത്താലേ പറ്റുള്ളൂ. അമ്മു എന്നുള്ള വീട്ടിൽ വിളിക്കണവർ, പുറത്താണ് ആക്കില്ല എന്ന് വിളിക്കുന്നത്. 18 വയസ്സായി അവള്. പിന്നെ അവള് നല്ലൊരു മനസ്സുണ്ടല്ലോ അടുത്ത്. പൊക്കം എൻ്റെ അത്ര ഇല്ല. നമുക്ക് ഇവിടെ കയറി ഇരിക്കുന്നുണ്ടാണ് തോന്നുന്നത്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പറയാനില്ല. ഇനി ഞാൻ പറയാം ഇവർ രണ്ടിനെയും കുറിച്ച്. ഇവർ രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഒരേ ഒരു അനിയനായിട്ട് ഇവനെ ഉള്ളൂ. ബാക്കി ഞങ്ങൾ വല്യമ്മയുടെ 2 പെങ്കൊച്ചുങ്ങളാണ്. പിന്നെ അമ്മയിൽ ഞങ്ങൾ 2 പെങ്കൊച്ചുങ്ങൾ. കുഞ്ഞമ്മേൻ്റെ ഒരു ആൺകൊച്ചും ഒരു പെങ്കൊച്ചും അങ്ങനെയായിട്ട്.
അപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ ഒരാളായിട്ട് ഞങ്ങൾ കാണും. അപ്പോൾ ഇവനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനിയൻ. അങ്ങനെ ചേട്ടന്മാരായിട്ടൊന്നും അങ്ങനെ ആളില്ല. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. എൻ്റെ അനിയത്തി മുതൽ ഏറ്റവും ചെറിയ അനിയത്തി. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ബെസ്റ്റ് ബഡീസ് ആണ്. ഓക്കെ. സോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.